ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടി യൂണിഫോം ഇട്ടുകൊണ്ട് പോകുമ്പോൾ പകരം വേറൊരു ഉടുപ്പ് ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വേറെ പല പണികളിലും ഏർപ്പെട്ട്. ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്താണ് ഒരു 35 വയസ്സുകാരന് മറ്റൊരാൾ കുത്തി കൊന്ന് അവിടെ. ഇതിൻ്റെയൊക്കെ പിറകിൽ മയക്കുമരുന്നിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും നിങ്ങളെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കാതിരിക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ പള്ളികളുടെ മുന്നിലെല്ലാം ഇപ്പോൾ ഒരു പടം കൊണ്ടുവന്ന് പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അച്ഛൻ്റെ പള്ളിയുടെ മതിലേലും ഉണ്ട്. എംപറർ എമ്മാനുവൽ, അത് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ഒരു സംഘമാണ്. ഇപ്പോൾ അവിടെ ആൾ കിട്ടാത്തത് കൊണ്ട് ആളെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ടുള്ള ആകർഷണമായിട്ട് നടത്തുന്നതാണ്. മുമ്പ് ആ മതിലിനകത്ത് തന്നെ അവർ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ലോകാവസാനം തങ്ങൾ മാത്രമാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാതെ ചെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാകണം. നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസം നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയാം. നിങ്ങൾ വളർന്നു വരണം, ആയുസ്സും വേണം. മനസ്സിലായോ? അല്ലാതെ വെട്ടി കുത്തി നീ എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് കുത്തിമറിച്ചിട്ടേച്ച് ഓടി രക്ഷപ്പെടുക. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത്, ടി വിയിൽ കാണുന്നത്. നിങ്ങൾ അതൊന്നും ഓർക്കാതെയാണ് ഒരാളിങ്ങനെ കൈ കാണിച്ചാൽ ഉടനെ ഇറങ്ങിപ്പോവുക. മാതാപിതാക്കന്മാർ പറയുന്നതിനേക്കാൾ വേറെ വല്ലവരുമൊക്കെ പറയുന്നത് പ്രമാണമാവുക. എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ തല്ലിപ്പിരിഞ്ഞു പോവുക. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഉണ്ടാകാതെ ശരിയായ ആ നല്ല ബോധ്യങ്ങളിൽ, നല്ല വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ടുള്ള പരിശീലനത്തിനാണ് ഈ ശിശു സംരംഭങ്ങളെല്ലാം ശ്രമിക്കുന്നത്. നന്നായിട്ട് വരട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.